ആദ്യമായി പോകുന്നത് ഇടുക്കി പൂപ്പാറയിലേക്കാണ്. അവിടെ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പൊളിക്കേണ്ട 88 കെട്ടിടങ്ങളിൽ 56 ഉടമകളും ബാക്കിയുള്ളവർ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത കനത്ത പോലീസ് കാവലുണ്ട്. അവിടെ ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. പൊളിക്കുന്നവയിൽ 3 ആരാധനാലയങ്ങളുമുണ്ട്. പ്രിൻസ് പി ജെയിംസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, അവിടെ ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ പൊളിക്കുന്ന പ്രിൻസിലേക്ക് പോകാം. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇപ്പോൾ പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. 56 ഉടമകളും ബാക്കിയുള്ളവർ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കുമെന്നാണ് ലഭിച്ച വിവരം. അവിടെ ഇപ്പോൾ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കാവലുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊളിക്കുന്നവയിൽ 3 ആരാധനാലയങ്ങളുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ സ്വാഭാവികമായും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാകും നിരോധനാജ്ഞയും പോലീസ് കാവലും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇപ്പോൾ തന്നെ അവിടെ പ്രതിഷേധം മറ്റാളുകളുടെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. അതിൽ 56 ഉടമകൾ പൊളിച്ചു നീക്കുമെന്നാണ് വ്യക്തമായിരിക്കുന്നത്. 500 പോലീസുകാരെയാണ് സംഭവസ്ഥലത്ത് വിന്യസിച്ചിട്ടുള്ളത്. നിരോധനാജ്ഞയും ഒപ്പമുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെയും ഉത്തരവിനെ തുടർന്നാണിപ്പോൾ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. 2007 മൂന്നാർ പൊളിക്കലിന് ശേഷം ഇടുക്കിയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കയ്യേറ്റം ഒഴിപ്പിക്കൽ കൂടിയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 2024 3 ആരാധനാലയങ്ങൾ ഉൾപ്പെടെ 56 കെട്ടിടങ്ങളായിരുന്നു അന്ന് സർക്കാർ ഏറ്റെടുത്തിരുന്നത്. ഇപ്പോൾ 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. അതിൽ 56 അതിൻ്റെ ഉടമകൾ തന്നെ പൊളിച്ചു നീക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ളവയായിരിക്കും റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കുന്നത്. ഇതിനെതിരെ ഉടമകൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി അത് തള്ളുകയായിരുന്നു. അതിനുശേഷം ഏറ്റെടുത്ത കെട്ടിടങ്ങളിൽ കഴിഞ്ഞിരുന്ന 29 കുടുംബങ്ങളോട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒഴിയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ ഇത് അവഗണിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ 24 മണിക്കൂറിൽ ഒഴിയണമെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസവും നോട്ടീസ് നൽകി. അതും അവഗണിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടി അവിടെ പുരോഗമിക്കുകയാണ്. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, അവിടെ ഇപ്പോൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? പ്രധാനമായും പൊളിച്ചു നീക്കുന്നവയിൽ ആരാധനാലയങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിൽ പൂപ്പാറയിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 500ഓളം പോലീസുകാരുടെ നേതൃത്വത്തിലാണ് റവന്യൂ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ദേവികുളം സബ് കളക്ടറിന്റെ നേതൃത്വത്തിലുള്ള വലിയ റവന്യൂ സംഘമുണ്ട്. അങ്ങനെയാണ് നിലവിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 2024 ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പൂപ്പാറയിൽ പന്നിയാർപ്പുഴയോട് ചേർന്നുള്ള വിവിധ കെട്ടിടങ്ങൾ ഒഴിപ്പിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അന്ന് മേഖലയിൽ പൂപ്പാറ ടൗണിൽ റോഡിനോട് ചേർന്ന് പന്നിയാർപ്പുഴയിൽ ഇറക്കി നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അന്ന് 88ഓളം വ്യാപാര സ്ഥാപനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തിരുന്നു. അവരെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഈ മേഖലയിലെ പുഴയോട് ചേർന്ന് താമസിച്ചിരുന്ന ആളുകളോട് താൽക്കാലികമായി ഇവിടെ തുടരാൻ അനുവദിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇവിടെ നിന്ന് മാറണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞിട്ടും അതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാതെ ഇവിടെ ആളുകൾ മാറാതെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് മുൻപോട്ട് എത്തിയിരിക്കുന്നത്. നിലവിൽ 29 വീടുകളാണ് ഇവിടെ ഒഴിപ്പിക്കുന്നത്. ഒപ്പം പുഴയോരത്ത് നിലനിൽക്കുന്ന 3 ആരാധനകൾ അടക്കമുള്ള നിർമ്മാണങ്ങളും പൊളിച്ചു നീക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചില വീടുകളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ നാട്ടുകാർ തന്നെ എടുത്തുകൊണ്ടുപോകുന്ന അല്ലെങ്കിൽ
വീട്ടുകാർ ഇവിടുന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ റവന്യൂ വകുപ്പ് കണ്ടെത്തിയ ഒരു കണക്ക് പ്രകാരം പല വീടുകൾക്കും ഈ വീട്ടുകാർക്കും മറ്റു ഭൂമിയുണ്ടെന്നൊക്കെ റവന്യൂ വകുപ്പ് വിലയിരുത്തിയിരുന്നു. എന്നാൽ നാട്ടുകാർ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും മറ്റ് വീടുകളോ സ്ഥലമോ ഇല്ലാത്തവരാണെന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെ വലിയ തോതിൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നിരുന്നു. വലിയ പ്രതിഷേധങ്ങളിലേക്ക് നാട്ടുകാർ എത്തിയിരുന്നു. തുടർ സമരങ്ങളിലേക്ക് ഒക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം നോട്ടീസ് ഒട്ടിച്ചപ്പോൾ ഇത്തരത്തിൽ നടപടികൾ അനുവദിക്കാതെ നാട്ടുകാർ ഇവിടുന്ന് ഒഴിവാക്കാൻ തയ്യാറാകാൻ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുള്ളത്. ഒപ്പം അടുത്ത ദിവസം KSEB അധികൃതർ ഒപ്പം എത്തുകയും ഇവിടെ നിന്നും വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലും നാട്ടുകാർ പ്രതിഷേധമായി എത്തിയിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ തന്നെ റവന്യൂ വകുപ്പ് വലിയ സംഘമായി എത്തി ഇവിടെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പോലീസിന്റെ നേതൃത്വത്തിൽ മൂന്നാർ SP നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സന്നാഹമാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഒപ്പം ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ പൂപ്പാറ മേഖലകളിലൊക്കെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളൊന്നും മറ്റു മേഖലയിൽ ഈ ടൗണിലെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. വാഹന ഗതാഗതവും അടിയന്തര ആവശ്യങ്ങൾക്കായുള്ള വാഹന ഗതാഗതം അല്ലാതെ മറ്റു വാഹന ഗതാഗതങ്ങളൊന്നും ഈ മേഖലയിലൂടെ നിലവിൽ അനുവദിക്കുന്ന ഒരു സാഹചര്യമില്ല. പൂർണ്ണമായും 144 പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഒഴിപ്പിക്കൽ നടപടികളാണ് റവന്യൂ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപാരശാലകൾ നേരത്തെ മുൻപ് തന്നെ സ്ഥാപനങ്ങൾ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെയുള്ള ഒഴിപ്പിക്കലിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടുന്ന് പൊളിച്ചു നീക്കിയിരുന്നു. എന്നാൽ ഈ വീടുകളിലൂടെ ഇവിടെ തുടരാൻ അനുവദിച്ചിരുന്നു. ഇവർ മാറാതെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീടുകളിൽ നിന്നും ആളുകൾ സാധനങ്ങൾ സ്വമേധയാ എടുത്തുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ വ്യാപാരശാലകളിൽ നിന്നുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിച്ചൊരു കാലഘട്ടത്തിലും ഇവിടുന്ന് സാധനങ്ങൾ മാറ്റി വരുന്നു. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ സമാധാനപരമായാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. നാട്ടുകാർ അല്ലെങ്കിൽ ഈ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ വീടുകളിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റുന്ന അടക്കമുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇപ്പം വീടുകൾക്കൊപ്പം 29 വീടുകളാണ് പൊളിച്ചു നീക്കുന്നത്. അതിനോടൊപ്പം 3 ആരാധനാലയങ്ങൾ, ഒരു ദേവാലയം, ഒരു ക്ഷേത്രം ഉൾപ്പെടെയുള്ള 3 ആരാധനാലയങ്ങൾ ഇവിടെ നിന്ന് പൊളിച്ചു നോക്കും. ഇതും പന്നിയാർ പുഴയോട് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും കുമ്മളി മൂന്നാർ പാതയിലും പൂപ്പാർ രാജാക്കാട് പാതയോടും ചേർന്നാണ് പന്നിയാർ പുഴയിൽ ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ നിർമ്മാണങ്ങളാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് റവന്യൂ വകുപ്പ് നീങ്ങുന്നത്. എന്തായാലും പൂർണ്ണമായും നിരവധി കെട്ടിടങ്ങളുണ്ട്, നിരവധി വീടുകളുണ്ട്. ഇവയെല്ലാം പൂർണ്ണമായും ഒഴിപ്പിച്ച് പുഴയോരത്തെ മുഴുവൻ നിർമ്മാണങ്ങളും അനധികൃത നിർമ്മാണങ്ങളും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നിരുന്നു. വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. പകര സംവിധാനം ഒരുക്കാതെയുള്ള നടപടികളിലേക്ക് വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കിലാക്കാതെയാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. എന്തായാലും 2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് വ്യാപാരികൾ ഒഴിപ്പിച്ചൊരു സാഹചര്യത്തിൽ പൂർണ്ണമായും ഈ ആളുകളെ പ്രതിരോധിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും വ്യാപാരികൾക്കായി പൂപ്പാറ ടൗണിനോട് ചേർന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അവിടേക്ക് ഇവരെ പ്രതിരോധിക്കുന്ന നടപടികൾ ആരംഭിക്കുമെന്ന് അന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും അതിനുള്ള നടപടികളൊന്നും പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. വ്യാപാര സ്ഥാപനങ്ങളെ ഒന്നും ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. അന്ന് 88 വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഒപ്പം നിരവധി തൊഴിലാളികളാണ് ഈ മേഖലയിൽ പ്രധാനമായ ഒരു പട്ടണമാണ്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയിൽ നിന്നും കേരളത്തിലേക്ക് കയറി വരുമ്പോൾ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് എത്തുന്ന ഹൈറേഞ്ചിലെ ആദ്യ പട്ടണങ്ങളൊന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ആ ആളുകളെയൊക്കെ പുനരുദ്ധരിപ്പിക്കുന്നതും അവിടെ നിരവധി തൊഴിലാളികളുണ്ടാണ്. ആ തൊഴിലാളികൾക്കൊക്കെ ജോലി നിലനിർത്തുന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ അന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എങ്കിലൊന്ന് പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ പോലും ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. പ്രാഥമിക നടപടികൾ പോലും പൂപ്പാറ ടൗണിനോട് ചേർന്ന് റവന്യൂ വകുപ്പിന് പഞ്ചായത്തിന് ഭൂമി ഉണ്ടെങ്കിൽ പോലും ഇവിടേക്ക് ഇവരെ പ്രതിരോധിപ്പിക്കാനുള്ള നടപടികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്. വീട്ടുകാരെ മാറ്റാതെ ഇവിടെ നിന്ന് അവർക്ക് പുനരധിവാസത്തിന്റെ നടപടികൾ സ്വീകരിക്കാതെ ഒഴിപ്പിക്കാനുള്ള നടപടികളിലാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടപടികളെല്ലാം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലുമാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് മുൻപോട്ട് പോകുന്നത്. അനുശ്രീ പ്രിൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ, അതോ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അതുപോലെ തന്നെ ഈ 88 കെട്ടിടങ്ങളും ഇന്ന് തന്നെ പൊളിച്ചു നീക്കാനുള്ള ഒരു നീക്കത്തിലാണോ റവന്യൂ വകുപ്പ്? പ്രധാനമായും 88 വ്യാപാര സ്ഥാപനങ്ങൾ, 29-30ഓളം വീടുകൾ, 3 ആരാധനാലയങ്ങൾ, ഒരു ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ, ഇവയൊക്കെയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. പ്രത്യേകിച്ചും പന്നിയാർ പുഴയിൽ, പ്രത്യേകിച്ചും പൂപ്പാറ ഈ ടൗണിനോട് ചേർന്ന് പന്നിയാർ പുഴയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അതായത് ദേശീയപാതയോട് ചേർന്നിട്ടുള്ള നിർമ്മാണങ്ങളുണ്ട്. ഒപ്പം
പൂപ്പാറ രാജാക്കാട് പാതയോട് ചേർത്തുള്ള നിർമ്മാണങ്ങളുണ്ട്. ഇങ്ങനെ ഈ രണ്ട് റോഡിൻ്റെ പാത ചേർന്നുമാണ് ഈ പന്നിയാർ പുഴയോട് ഇറക്കി നിരവധി നിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നത്. അവയെല്ലാം പൊളിച്ചു നീക്കാനുള്ള നടപടിയാണ് റവന്യൂ വകുപ്പ് നീങ്ങുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ മുൻകാലങ്ങളിൽ ഉയർന്നിരുന്നു. അതായത് ഈ പുഴ കയ്യേറിയുള്ള നിർമ്മാണങ്ങൾക്ക് നടപടി സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ് ഇത്തരത്തിൽ അലഭാവം വഹിക്കുന്നത് വലിയ തോതിലുള്ള ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ മുൻകാലങ്ങളിലൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ചും പന്നിയാർ പുഴ മലിനമാകുന്ന ഒരു സാഹചര്യമൊക്കെ മുൻകാലങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവഹിക്കുന്നു. എന്നാലും ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകൾക്കും വീടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല എന്നൊരു ആരോപണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. റവന്യൂ വകുപ്പിന്റെ അല്ലെങ്കിൽ വില്ലേജിന്റെ ഒരു കണക്ക് പ്രകാരം 10ഓളം വീടുകൾക്ക് മാത്രമാണ്, 10ഓളം കുടുംബങ്ങൾക്ക് മാത്രമാണ് വീടില്ലാത്തത് എന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും നാട്ടുകാർ പറയുന്നത് പല ആളുകൾക്കും പല കുടുംബങ്ങൾക്കും വീടില്ല എന്നുള്ള ഒരു സാഹചര്യമാണ്, ഭൂമിയില്ല എന്നുള്ള സാഹചര്യമാണ്. അതിനനുസരിച്ച് ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇത്ര കാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ പൂപ്പാറ മേഖലകളിൽ ഈ പുഴയോട് ചേർത്ത് താമസിക്കുന്നവരെല്ലാം പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ തലമുറകളായി ഇവിടെ താമസിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ പലർക്കും വീടില്ലാത്തൊരു സാഹചര്യം, മറ്റു വീടില്ലാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും റവന്യൂ വകുപ്പിന്റെ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 10ഓളം കുടുംബങ്ങൾക്ക് വീടില്ല എന്ന് തന്നെ അവർ കണ്ടെത്തിയിട്ടില്ല. അവരെ പുനരധിവസിപ്പിക്കാനുള്ള കൃത്യമായ നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുശ്രീ, പ്രിൻസ്, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ 3 ആരാധനാലയങ്ങൾ കൂടി പൊളിക്കുന്ന കെട്ടിടങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിനുള്ള അല്ലെങ്കിൽ പ്രതിഷേധത്തിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? അത് റവന്യൂ വകുപ്പിന്റെ കീഴിൽ വരുന്നതല്ലേ? റവന്യൂ വകുപ്പായിരിക്കില്ലേ അത് പൊളിച്ചു നീക്കാനുള്ള സാധ്യത? അനുശ്രീ, കഴിഞ്ഞ ദിവസം തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇവിടുത്തെ സാഹചര്യം ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ചും നാട്ടുകാർ ദേശീയപാതയിൽ പാത വിരിച്ചുകൊണ്ട് സമരം ആരംഭിക്കുമെന്നുള്ള ഒരു പ്രതിസന്ധി ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ അറിയിച്ചിരുന്നു. ഒപ്പം തുടർ നിരാഹാര സമരം അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നൊക്കെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരം സമരങ്ങളിലൊക്കെ ആരംഭിക്കുന്ന ഒരു സാഹചര്യം, പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ നീക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പോഴുമാണ് പെട്ടെന്ന് തന്നെ ഇന്ന് പുലർച്ചെ തന്നെ ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് മുമ്പിലേക്ക് വന്നത്. വലിയ ഒരു പോലീസ് സന്നാഹത്തോടെയാണ് ഈ റവന്യൂ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം 500ഓളം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. മൂന്നാർ SP-യുടെ നേതൃത്വത്തിൽ വലിയ ഒരു പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വലിയ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മേൽനോട്ടത്തിലെ സഹായത്തോടെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഇവിടെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുന്നത്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വലിയൊരു റവന്യൂ സംഘവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു പ്രതിഷേധ സമരത്തിലേക്കൊക്കെ നീങ്ങാതെ ഒപ്പം 144 പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റ് മേഖലകളിൽ നിന്നുള്ള ആളുകൾക്കൊന്നും ഇവിടേക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ മറ്റ് പ്രതിഷേധത്തിലേക്കൊന്നും മുതിരാതെ ഇപ്പോൾ സമാധാനപരമായി സാധനങ്ങൾ, അവരുടേതായ സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ഒപ്പം ഇലക്ട്രോണിക്സ് സാധനങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ അടക്കമുള്ള സാധനങ്ങളെല്ലാം സുരക്ഷിതമായി മാറ്റുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മറ്റ് മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഇവർ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കുറിച്ച് വ്യക്തതയില്ല. ബന്ധുവീടുകളിലേക്കൊക്കെ മാറുന്നതിനുള്ള നടപടികളാണ് ഇവരിൽ ഭൂരിഭാഗം ആളുകളും സ്വീകരിച്ചിരിക്കുന്നത്. പലർക്കും ഭൂമിയില്ല എന്നുള്ളൊരു പ്രതിസന്ധി നിലവിലുണ്ട്. റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലിൽ തന്നെ 10 പേർക്ക് ഭൂമിയില്ല എന്ന് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിപ്പ് നൽകിയത്. അതായത് ഈ മേഖലയിൽ 29 വീടുകളുണ്ടെന്നാണ് പറയുന്നത്, വീട്ടുകാരുണ്ടെന്നാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അവരിൽ ഈ 10ഓളം കുടുംബങ്ങൾക്ക് മറ്റു വീടുകളോ മറ്റു മാർഗങ്ങളോ ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം വില്ലേജ് അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഈ പുനരധിവാസം കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണ് കഴിഞ്ഞ നാളുകളായാലൊക്കെ നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായി ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതും വ്യക്തമാണ്. പ്രത്യേകിച്ചും 2 വർഷങ്ങൾക്ക് മുൻപ് ഈ നടപടി ആരംഭിച്ചൊരു കാലഘട്ടത്തിൽ ഇവിടുത്തെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്ന ഒരു നിർദ്ദേശം വന്നിരുന്നു. പൂപ്പാറ ടൗണിനോട് ചേർന്ന് പഞ്ചായത്ത് വക ഭൂമിയിൽ ഇവർക്ക് പുനരധിവാസത്തിലുള്ള നടപടികൾ ആരംഭിക്കുന്നു. ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അവരെ അവിടേക്ക് മാറ്റുമെന്നൊക്കെ റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് അന്ന് അറിയിച്ചിരുന്നു. അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു പറഞ്ഞിരുന്നു. എന്നാൽ 2 വർഷമായിട്ടും ഇതിനായിട്ടുള്ള പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചില്ല. അതോടൊപ്പം അന്ന് ഇവിടെ തുടരാൻ അനുവദിച്ച ഈ കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. ഏതാനും നാളുകളായി ഇവർക്ക് നോട്ടീസ് നൽകുന്നുണ്ടായിരുന്നു. ഇവർ മാറാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് പോകുന്നത്. എന്തായാലും പക്ഷേ ഇവരെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് ജില്ലാ ഭരണകൂടമോ ഒന്നും സ്വീകരിച്ചില്ല. അത് വലിയ പ്രതിഷേധത്തിന് വരും ദിവസങ്ങൾ ഇടയാക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നിലവിൽ സമാധാനപരമായാണ് നാട്ടുകാർ ഈ വീട്ടുപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങളെല്ലാം സുരക്ഷിതമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അനുശ്രീ, ശരി. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 88 കെട്ടിടങ്ങളാണ് പൊളിക്കേണ്ടത്. ഇപ്പോൾ അവിടെ കെട്ടിടങ്ങൾ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസ് പി ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.